വിവാഹത്തിനൊരുങ്ങുന്ന ചെറുപ്പക്കാർക്ക് ക്ലാസ് എടുക്കാറുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് കോൺഫിഡൻസ് ഉള്ളൊരു വിഷയമാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. പിന്നെ എനിക്കൊരു ധാരണയുള്ളത് ഞാൻ നന്നായിട്ട് ക്ലാസ് എടുക്കും, കുട്ടികൾ ഇൻട്രസ്റ്റഡ് ആണ്, കുട്ടികൾ ശ്രദ്ധയോടെ ഇരിക്കുന്നൊക്കെ ഒരു ധാരണ എനിക്കുണ്ട്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. 1 മണിക്കൂറാണ് ക്ലാസ്സിൻ്റെ സമയം. ക്ലാസ് തീരുന്നതിന് മുമ്പ് ക്ലാസ്സിലൊരു പയ്യൻ കൈയടിച്ചു. അപ്പോൾ ആ കൈയടി കേട്ടാൽ അറിയാം ക്ലാസ് നിർത്തിപ്പൊക്കോ എന്നുള്ളൊരു കൈയടിയാണ്, ആ ടോണാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ കൈയടിച്ച ആൾ എന്തായാലും ക്ലാസ്സിലിരുന്ന് ഉറങ്ങിയായിരിക്കണം, അയാളിപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ പയ്യൻ നല്ല ഉച്ചത്തിൽ പറഞ്ഞു, പിന്നെ ഈ ക്ലാസ്സിലിരുന്ന് ഉറങ്ങാതെ വേറെ എന്ത് ചെയ്യും? ചമ്മിപ്പോയി. ഉള്ളി ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും പ്രകടിപ്പിച്ചില്ല. സത്യസന്ധനായ കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ക്ലാസ്സൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു വന്നു. പക്ഷെ എൻ്റെ ഈഗോ നന്നായിട്ട് ഹേർട്ടായിട്ടുണ്ടായിരുന്നു. എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഈഗോ ഉണ്ട്, എൻ്റെ ഈഗോ ഭയങ്കര സ്ട്രോങ് ആണ്. എനിക്ക് നല്ല സ്ട്രോങ് ഈഗോ ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നത്തെ ഗോസ്പൽ ഈശോ പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അടിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. എൻ്റെ ലൈഫിൽ നിലത്ത് വീണ് അഴിയാതെ, നിലത്ത് വീണ് മരിക്കാതെ അതേപടി ഇരിക്കുന്ന ഗോതമ്പ് മണിയുടെ പേര് ഈഗോ എന്നാണ്. നിങ്ങളുടെ ലൈഫിലോ?